നബിയോടൊപ്പം ഹിജറ പോരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇപ്പൊ പോരേണ്ടതില്ല, നിനക്ക് 2 ഡ്യൂട്ടികളുണ്ട്. ഒന്ന്, മക്കക്കാർ നമ്മളെ സൂക്ഷിച്ചു വെക്കാൻ ഏൽപ്പിച്ച അവരുടെ സ്വത്ത് ഓരോരുത്തർക്കും നീ തിരിച്ചു കൊടുക്കണം. അവസാനത്തെ ആൾക്ക് തിരിച്ചു കൊടുത്തതിന് ശേഷമേ നീ പോരേണ്ടതുള്ളൂ. നമുക്ക് ക്ലോക്ക് ടവറാണ് തൊട്ട് മുമ്പിൽ കാണുന്നതല്ലോ. നമ്മൾ പോകുന്ന റോഡിനാണ് റൗണ്ടടിച്ച് ക്ലോക്ക് ടവറിന്റെ ചോട്ടിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. അങ്ങനെ രണ്ടാമത്തെ ഉത്തരവാദിത്വം, ഖുറൈശികൾ പുറത്തെ കാവിൽ നിൽക്കുന്നു, ആളൂരി പിടിച്ച് നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ച പുതപ്പുണ്ടായിരുന്നു. ഹദറമിയുൽ അഹ്വർ എന്നാണ് അതിന്റെ ചരിത്രത്തിൽ രേഖയുള്ളത്. ഹദറമൗത്തിൽ നിർമ്മിച്ച ഒരു പച്ചപ്പുതപ്പ്. ആ പച്ചപ്പുതപ്പിന്റെ മുറിയാണിപ്പോഴും മുരിയന്മാരും തങ്ങന്മാരെ നിന്ന് തോണ്ടിടേണ്ട. അതാണ് അവരുടെ വിചാരം. അതല്ല, ആ പച്ചപ്പുറപ്പ് അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞിട്ട് ഈ പുറപ്പ് തലവഴിയിട്ട് കൂടി ഉറങ്ങണം. അവർ ഞാനാണെന്ന് വിചാരിച്ചുകൊള്ളും, ഞാൻ പോവുകയാണ്. നിന്നെയാവട്ടെ അവർക്ക് യാതൊന്നും ചെയ്യാൻ അള്ളാഹു സമ്മതം കൊടുത്തിട്ടില്ല. നിനക്കൊരു ബേജാറും കണ്ട് അവിടെ കിടത്തോളൂ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അത് അതേപോലെ അനുസരിച്ചു. സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി അറിയോ? ഖുറൈശികൾ വെട്ടാൻ വിചാരിച്ച വെട്ടുകയാണെങ്കിൽ വെട്ടേണ്ടത് ആരെയാണ്? അലിയാണ്. അവരുടെ വാള് അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന ഒച്ചയും പുലിയും കേട്ടുകൊണ്ട 18 വയസ്സുകാരൻ ധൈര്യമായിട്ട് അവിടെ കിടന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആലോചിച്ചു? ഇസ്ലാമിനെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി.